ഓണം മനുഷ്യരുടേത് മാത്രമല്ല. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ വാനരന്മാർക്ക് വേണ്ടി സദ്യ ഒരുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പരിവാരസമേതം അയോധ്യയിലേക്ക് മടങ്ങവേ ഇവിടെ ശാസ്താംകോട്ട ധർമ്മശാസ്താവിൻ്റെ അതിഥികളായി ഇവിടെ തങ്ങിയെന്നും കായൽക്കരയിൽ, അതായത് ശാസ്താംകോട്ട കായൽ ശുദ്ധജല തടാകമെന്ന് പറയുന്നത് ഹിമാലയത്തിലെ സൂര്യരാഗതീർത്ഥത്തിന് സമാനമായിട്ടുള്ളതാണെന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള കായൽക്കരയിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. തിരികെ പോകുന്ന സമയത്ത് ഏതാനും വാനരന്മാർ, അന്നത്തെ വാനര സൈന്യത്തിൻ്റെ എൻജിനീയർ ആർക്കിടെക്റ്റ് ആയിരുന്ന നീലൻ്റെ നേതൃത്വത്തിൽ ഏതാനും വാനരന്മാരെ ഭഗവാന്റെ തോഴരായിട്ട് ഇവരെ നിയോഗിച്ചുവെന്നും അവരുടെ പരമ്പരകളാണ് ഇന്ന് ക്ഷേത്രത്തിൽ കാണുന്ന വാനരന്മാർ എന്നുമാണ് വിശ്വാസം. ശാസ്താംകോട്ടയിലെ ക്ഷേത്രത്തിലെ വാനരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പലയിടത്തും കാണുന്ന വാനരന്മാരെ അപേക്ഷിച്ച് വളരെ ശാന്ത സ്വഭാവക്കാരും ഭക്തജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നവരുമാണ്. അങ്ങനെയുള്ള വാനരന്മാർക്ക് രാജഭരണകാലം തൊട്ട് അവർക്ക് ഭക്ഷണത്തിന് കൃത്യമായ പതിവ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വാനരന്മാരെ സംബന്ധിച്ച് തമ്മിൽ വഴക്കിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ പുറത്തു പോയി കഴിഞ്ഞാൽ തിരികെ പുറത്തു പോകുന്നവരെ ഇങ്ങോട്ട് കയറ്റുന്ന പതിവ് ഇല്ല. അങ്ങനെ പുറത്തു പോകുന്നവരാണ് ചന്തക്കുരങ്ങുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് അവർ മറ്റ് ആളുകൾക്കൊക്കെ കുറേ വീടുകാർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഏതാണ്ട് 53 വർഷമായിട്ട് ഉത്രാട ദിവസം വാനരസദ്യ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷത്തോടുകൂടി ഓണസദ്യ കഴിക്കുമ്പോൾ ഈ പാവപ്പെട്ട വാനരന്മാർ ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്നിലുണ്ടായ ഒരു വികാരമാണ് ഉത്രാട ദിവസമെങ്കിലും അവർക്ക് ഒരു സദ്യ കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഉത്രാട സദ്യ 53 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എല്ലാ വർഷവും നടത്തി വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.